എല്ലാ തരത്തിലുള്ള ന്യൂനപക്ഷങ്ങളോടും മനുഷ്യരെന്ന പരിഗണന ഉണ്ടാവുകയും അവരുടെ അഭിമാനം വകവെച്ച് നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ലീഗിൻ്റെ പൊളിറ്റിക്സ്. ജെൻഡർ ഇക്വാളിറ്റിയിൽ വിശ്വസിക്കുന്ന, അല്ലേ, ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ പ്രശ്നമില്ല എന്ന് വിശ്വസിക്കുന്ന, ഒരേപോലെ വേഷം ധരിക്കാൻ അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ നജ്മ. ആ ജെൻഡർ ഇക്വാലിറ്റിയുടെ ഡെഫിനിഷനിൽ വിശ്വസിക്കാത്തൊരു വ്യക്തിയാണ് നജ്മ. ഞാൻ ഉദ്ദേശിച്ച ഡെഫിനിഷൻസ് ഇത്രയാണ്. നമ്മൾ ചിലർക്ക് അനു പാന്റ് ജീൻസ് ഇട്ടിരിക്കുന്നു, അതിലൊന്നും പ്രശ്നം കാണാത്തൊരു വ്യക്തിയല്ലേ നജ്മ? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ ഡെഫിനിഷനിൽ വ്യത്യാസം ഉണ്ട് ഞാൻ പറയാം. ഭയങ്കര സിമ്പിൾ ആണ്. ആ സിമ്പിൾ ആയ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ലീഗിന് അംഗീകരിക്കാൻ പറ്റാത്തത് എന്ന് വെച്ചാൽ, എനിക്ക് പാൻസും ഷർട്ടും ഇടുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, ചിലപ്പോൾ അദ്ദേഹത്തിന് ജുബ്ബ ഇടുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ വേഷത്തിൽ ഞങ്ങൾ തുല്യരായതുകൊണ്ട് ഞങ്ങൾ തുല്യരായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളത്. അവിടെ ഒരു സാധനത്തിൽ എനിക്ക് പ്രശ്നമുണ്ട്. നമ്മൾ ഉയർത്തുന്ന ജെൻഡർ ഇക്വാളിറ്റിയുടെ ഡെഫിനിഷൻ്റെ ഉള്ളിലൊരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. ആ ഡെഫിനിഷൻ ഭയങ്കര ഉപരിപ്ലവമായി പോകുന്നു എന്നുള്ളത് പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. ആ ഉപരിപ്ലവമായ സാധനങ്ങളെയല്ല നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. വിശ്വസിക്കുന്നു എന്ന് പറയുകയും രണ്ടുപേർ ആണും പെണ്ണും ഒരുപോലെ വേഷം ധരിക്കുന്നതിൽ പ്രശ്നം കാണുകയും അവിടെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. ആ കോൺട്രഡിക്ഷനാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതാ ഞാൻ പറയുന്നത്. ഇതെന്താ അറിയോ, ഞാൻ ഒരു ലെയറും കൂടി അതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട് എന്നേ ഉള്ളൂ. അതിനർത്ഥം ഞാൻ നിങ്ങൾ പറയുന്ന സാധനത്തെ നിരാകരിക്കുക എന്നല്ല. ഞാൻ പറഞ്ഞില്ലേ, പാൻസും ഷർട്ടും ഇടാൻ എനിക്ക് പ്രശ്നമില്ല, ജുബ്ബ ഇടാൻ അദ്ദേഹത്തിനും അറിയില്ല, പ്രശ്നമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരേ വസ്ത്രമാവുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ആ ഒരു വസ്ത്രത്തിൽ തീരുന്നതല്ല, ആ ഒരു വസ്ത്രമല്ല മുന്നോട്ട് വെക്കുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് എന്നാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ സ്റ്റെപ്പ് മാറ്റേണ്ടത് ഈ സാധനത്തെയാണ്. ജെൻഡർ ഇക്വാലിറ്റി വരണം. അതിന് നമ്മൾ കാഴ്ചയിൽ തുല്യരാവണം എന്നുള്ള സാധനത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രസൻറ്റബിൾ ആയ ഒരു രൂപത്തിൽ നമ്മൾ തുല്യരാണ് എന്ന് പറയുമ്പോൾ പുലരുന്നതാണ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റില്ലേ, അതിനെ തിരുത്തണം എന്ന് ഞാൻ പറയുന്നത്. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ ഒരേപോലെ വേഷം ധരിച്ച് അത് അവരുടെ ഉള്ളിൽ ഇൻഗ്രെയിൻഡ് ആവുകയല്ലേ ചെയ്യുന്നത്. ഞാനും അടുത്തിരിക്കുന്ന പെൺകുട്ടിയും തമ്മിലൊരു വ്യത്യാസവും ഇല്ല എന്നൊരു 10 വയസ്സായ ആൺകുട്ടിയുടെ മനസ്സിൽ പതിയുകയല്ലേ ചെയ്യുന്നത് അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ. അടുത്തിരിക്കുന്ന കുട്ടി പാവാടയും ബ്ലൗസും ഇട്ട് അല്ലെങ്കിൽ പർദ്ദയിട്ടിരിക്കുന്ന പെൺകുട്ടിയും ഇപ്പുറത്ത് പാന്റും ഷർട്ട് ഇരിക്കുന്ന ആൺകുട്ടിയും തമ്മിലുള്ള വ്യത്യാസമല്ല പാന്റും ഷർട്ട് ഇരിക്കുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ളത്. അത് നാച്ചുറലി അതൊരു അങ്ങനെ പോസിറ്റീവായിട്ട് കാണാവുന്ന കാര്യമില്ല ആണ്. ഞാൻ പറയുന്നത് എന്താ അറിയോ, മനസ്സിലാക്കണേ എന്ന് വെച്ചാൽ നമ്മളൊരു തർക്കത്തിനല്ലേ ഞാൻ നിൽക്കുന്നത്. കുറച്ചുകൂടി ഞാൻ വേണമെങ്കിൽ വീഡിയോ ഓഫ് ആക്കി തന്നാൽ കുറച്ചും കൂടി വിശദമായിട്ട് പറഞ്ഞുതരാം. അത് വീഡിയോൻ്റെ പ്രശ്നമല്ല, സമയം എടുക്കുന്നുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് കാണുന്ന ഒന്നാമത്തെ പ്രശ്നം എന്താണെന്നറിയോ, നമ്മൾ കുറേ സാധനങ്ങൾ, അത് ഈ പറയുന്ന സോ കോൾഡ് ലിബറൽ കോൺസെപ്റ്റ് ആയിക്കോട്ടെ, സോ കോൾഡ് മതം കോൺസെപ്റ്റ് ആയിക്കോട്ടെ, ഇത് രണ്ടും മുന്നോട്ട് വെക്കുന്നത് ഒരൊറ്റ ചരടിലുള്ള ഡെഫിനിഷനെയാണ്. ഇത് അംഗീകരിച്ചാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. ഇപ്പം സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ടോട്ടോച്ചാൻ്റെ കഥ വായിച്ചിട്ട് ഒരുമിച്ച് നീന്താൻ പോയത് കാണുമ്പോൾ കൊള്ളാലോ എന്ന് വിചാരിക്കുന്ന ഒരു സാധനം. പക്ഷെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾക്ക് തെറ്റെന്ന് വിളിക്കാം അല്ലാതിരിക്കാം, ജൈവികമായും മാനസികമായും ഒക്കെ ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമുണ്ട്, ട്രാൻസ്ജെൻഡറും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്ന് പറയുന്നത് 2-3 തരത്തിലാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ഒഴിഞ്ഞ സ്ലേറ്റ് ആയിക്കൊണ്ട് ജനിക്കുന്നതല്ല ഒരു കുട്ടിയും. ഈ പാരമ്പര്യമായി കിട്ടുന്നത്, ജനിതകമായി കിട്ടുന്നത്, ജൈവികമായി കിട്ടുന്നതൊക്കെയുള്ള വ്യത്യാസങ്ങൾ ഇത്തരത്തിലുള്ള ഓരോ ക്രിയേഷൻ്റെ മുകളിലുണ്ട്. പെൺകുട്ടിയിൽ വേറെയും ആൺകുട്ടിയിൽ വേറെയും ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളൊരു കുട്ടീൻ്റെ ഉള്ളിൽ വേറെയുമാണ്. ഇത് എല്ലാം ഒന്നല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ സ്കൂളിൽ വന്ന് നമ്മൾ തുല്യതയുടെ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഞാനും അവനും ഒന്നാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒന്നാവല്ല, വ്യത്യാസമുണ്ട്. ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ആ ഒരു സ്പെക്ട്രത്തിൽ മാത്രം നിന്ന് നിൽക്കുക. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ആ വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് മറ്റൊന്നിനേക്കാൾ മികച്ചത് എന്നുള്ള രൂപത്തിലല്ല, പക്ഷെ വ്യത്യാസമുണ്ട്. അത് ഞാൻ കുറച്ചുകൂടി മനസ്സിലാക്കുന്നത് എനിക്ക് കുഞ്ഞുണ്ടാവുമ്പോഴാണ്. കാരണം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം ഓരോരോ സാധനങ്ങൾ. ഇത്താത്താക്കൊരു കുഞ്ഞുണ്ടാവുന്നു, അത് നമ്മളെ കുഞ്ഞിനെ പോലെ വളരുന്നു, വേറൊരു കുഞ്ഞുണ്ടാവും. ഇവർ അകത്ത് വ്യത്യാസമുണ്ട്, ജൈവികമായി ഈ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളുണ്ടായിരിക്കെ തന്നെ
നമ്മൾ രണ്ടുപേരും അല്ലെങ്കിൽ രൂപത്തിൽ, മനസ്സിൽ, അല്ലെങ്കിൽ മാറ്റങ്ങളുള്ള ഈ രണ്ട് മനുഷ്യരും ഒരേപോലെ വാല്യൂ ഉള്ള, ഡിഗ്നിറ്റി ഉള്ള മനുഷ്യന്മാരാണെന്ന് പഠിപ്പിക്കുന്നതിലാണ് കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കാം. ഉണ്ട്. ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയോ? നിഷേധിക്കണ്ട. നമ്മൾ ഒരേ യൂണിഫോം ഇട്ടിരുത്തി അത് ഉണ്ടാവില്ല, ഒന്നും ആവില്ല. ഈ ജെൻഡർ ഇസ് കൺസ്ട്രക്ട് നമുക്കറിയാം. ഇപ്പം അങ്ങേക്കും അറിയില്ല, ജെൻഡർ എന്ന് പറയുന്നത് ഈ പറയുന്ന ബയോളജിക്കൽ സാധനം അല്ല. ഈ ബയോളജിക്കൽ ഈ ഡ്രസ് തന്നെ ഇപ്പൊ ബയോളജിക്കൽ ആണെങ്കിലത് ബേസിക് എലിമെന്റൽ നോളജ്. അതെ, അത് ഇത്രമാത്രം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇത് നിങ്ങൾ പറയണ്ടേ? നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് നോക്കി നിൽക്കണോ? ഞാൻ പറയുമ്പോ ഈ നമ്മൾ ഈ ജെൻഡർ ഡിഫറൻസ് നോക്കൂ. ഇപ്പൊ നമ്മൾ പറയുന്ന സാധനം എന്താ അറിയോ? എനിക്കതാണ് മനസ്സിലാവാത്തത്. ആള് സ്കൂളിൽ ജെൻഡർ ന്യൂട്രൽ ഒരു സജഷൻ വന്നപ്പോൾ അതിനെ എതിർത്ത ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവും. ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? നിലപാടാണ് നജ്മിയും പറയുന്നത്. അതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ മാത്രം കാഴ്ചപ്പാടാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ സ്കൂളിൽ കുട്ടികൾ വസ്ത്രം ഇട്ടോട്ടെ, ഞാൻ പറയുന്നത് പാൻസോ ഷർട്ടോ പാവാടയോ. പക്ഷെ നമ്മൾ എങ്ങനെയാണെന്ന് പറയാം ആ ചർച്ച ഉണ്ടാക്കി വരുന്നത്? കുട്ടികൾ സ്കൂളിനകത്ത് പാവാട മാത്രം ധരിക്കുന്നവരും, പെൺകുട്ടികൾ, ആൺകുട്ടികൾ ഭയങ്കര കംഫർട്ടബിളായിട്ട് പാൻറ്റും ഷർട്ടും ധരിക്കും. നമ്മൾ സ്കൂളിൽ പഠിച്ച കുട്ടികളാണല്ലോ. ഞാൻ പാവാട ഇട്ടിട്ടില്ല. ഞങ്ങൾ തൊട്ടടുത്ത് എൻ്റെ വീട്ടിലെല്ലാവരും ടീച്ചർമാർ, ഓരോറ്റ സ്കൂളിലും പാവാടയൊന്നും, ചുരിദാർ ഇടുന്ന കുട്ടികളുണ്ട്. പിന്നെ ഇപ്പം എല്ലാവരും ഈ LP സ്കൂളിൽ പോലും ചുരിദാർ പോലെയുള്ള വസ്ത്രമൊക്കെ. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന ചിത്രം ഇങ്ങനെയാണ്: പാവാട ധരിക്കുന്ന, കാല് മുന്നോട്ട് വെക്കാൻ ബുദ്ധിമുട്ടാവുന്ന, അങ്ങനെ അല്ലാത്ത രണ്ട് സാധനങ്ങൾ. അങ്ങനെ ഒരു ബൈനറി ഉണ്ടാക്കിയിട്ട് നമ്മൾ സംസാരം തുടങ്ങുക. ആ ബൈനറിയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. കുട്ടികൾ വസ്ത്രം ഇട്ട് യൂണിഫോം ആയിക്കോട്ടെ. എൻ്റെ വീട്ടിലെ കുട്ടി പാൻസും ഷർട്ടും ഇട്ട് പോകുന്നതിൽ എനിക്ക് സൗകര്യമുണ്ട്. കാരണം കുറേ കാര്യങ്ങളിൽ അയൺ ചെയ്യുന്നതിൽ പോലും സൗകര്യമുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഉണ്ടാവുന്ന എവിടെ അറിയോ? അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കാനുള്ള യോഗ്യതയുള്ളൂ എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാത്ത ഞാൻ നിങ്ങളുടെ ചോദ്യം ആവർത്തിക്കാം. അല്ലെ, എനിക്ക് ബാക്കി ഇപ്പൊ KM ഷാജി വന്നിരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ റിക്വസ്റ്റ് ചെയ്യില്ല നിങ്ങൾ ഇത് പറയരുത്. നജ്മിയെ പോലെ ലീഗിനുള്ളിലെ പ്രോഗ്രസീവ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരാള് അതിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുന്ന സാധനം എന്തുകൊണ്ടാന്ന് ഞാൻ പറയാം. സപ്പോർട്ട് ചെയ്യാന്നോ അല്ലെങ്കിൽ അതിനെ എതിർക്കാന്നോ എനിക്ക് മനസ്സിലായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഈ കോൺഫ്ലിക്റ്റുകൾ അവിടെ ഉണ്ട്. ആ കോൺഫ്ലിക്റ്റുകളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. രണ്ട് ബൈനറികൾക്കുള്ളിൽ ഒതുക്കാൻ നോക്കുന്നതിന് ഇപ്പം കുടുംബശ്രീയുടെ അത് വരും, അതിന്റെ ഇഷ്യൂലാണെങ്കിലും അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഇഷ്യൂ വരുമ്പോഴും ഒക്കെ അതിനെ എതിർപ്പ് വരുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാത്രമാണ്, അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന ലീഗിൽ നിന്ന് മാത്രമാണ്. അത് നാച്ചുറലി ജനറൽ പെർസെപ്ഷനിലുള്ള സോക്കോൾഡ് ഇസ്ലാമിനെ പറ്റി അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ പറ്റിയുള്ള ചിന്തകളെ കരുതുന്ന ചിന്തകൾ ഒന്നുകൂടി അടിവരയിടുന്നു. അവിടെയാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. ആ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. ആ കാര്യത്തിൽ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രയോറിറ്റി ഫിക്സ് ചെയ്യണ്ടല്ലോ. അനാവശ്യമായ കാര്യങ്ങളിലാണ് ചർച്ച കൊണ്ടുപോയി വെക്കുന്നത്. ഇപ്പം ഈ സമുദായത്തിനകത്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടി എന്നുള്ള രൂപത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ഇതൊന്നും അല്ല നമ്മൾ ഈ അടിയന്തര പ്രാധാന്യമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയം. സമസ്ത ഒരു സാധനത്തിൽ നിലപാട് പറയുന്നു, വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ നിലപാട് പറയുന്നു. ഇത് ഈ സമുദായത്തിലുള്ള പെൺകുട്ടികളോട് പറയുന്നുണ്ടോ? അവരെ എപ്പോഴാണ് അഡ്രസ്സ് ചെയ്യുന്നത്? അതിൻ്റെ ഉള്ളിൽ അനാവശ്യമായ ചർച്ചകളിലേക്ക് സമുദായത്തെ കൊണ്ടുപോയി കുരുക്കിയിടുക. ഞാൻ പറയുന്നത് ആ സമുദായത്തെ കൊണ്ടുപോയി കുരുക്കിയിടുമ്പോൾ അതിൻ്റെ ബാധ്യത പറയേണ്ടി വരുന്നത് ഈ പെൺകുട്ടികൾക്ക് വേണ്ടി എന്ന് പറയുന്നു. പെൺകുട്ടികളുടെ അഭിപ്രായം ചോദിച്ചിട്ടല്ല, പക്ഷെ പെൺകുട്ടികൾ എന്നുള്ള രൂപത്തിൽ നമ്മളാണ് അത് ഫേസ് ചെയ്യേണ്ടി വരുന്നത് പുറത്തിറങ്ങുമ്പോൾ. പക്ഷേ അതേസമയം നമ്മൾ ഭയങ്കര ഇപ്പം ഞാൻ നിൽക്കുന്നൊരു സ്പേസിനെ വിലയിരുത്തുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ സ്പേസ് ആയിട്ടാണ്. എന്തുകൊണ്ടെന്നോർ കാരണം എന്നെ പ്രതിനിധീകരിച്ച് പറയുന്ന പല അഭിപ്രായങ്ങളും എൻ്റേതല്ല, അതെനിക്കറിയാം.
എന്നാൽ കുറച്ചുകൂടി സ്വതന്ത്രമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഇതിനെ എതിർക്കുന്ന അഭിപ്രായങ്ങളുണ്ടല്ലോ, അതും എൻ്റേതല്ല. എൻ്റേത് അതിൻ്റെ രണ്ടിൻ്റെ നടുവിലുള്ളൊരു സ്പേസാണ്. ആ സ്പേസിനെ പറയാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. പറയാനിപ്പോൾ 2-3 ആൾക്കാർ അവിടെ നിന്ന് വെച്ചപ്പോഴുണ്ടാക്കി ആവില്ലല്ലോ. അത് സംഘടിതമായി പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അനാവശ്യമായ ചർച്ചകളിലേക്കാണ് പ്രയോറിറ്റൈസ് ചെയ്ത് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള അഭിപ്രായമുണ്ട്. പക്ഷേ അതേസമയം ഇത് ബാലൻസിങ് ഒന്നുമല്ല. എൻ്റെ ജീവിതം ബാലൻസിങ് ആണെങ്കിൽ ഇത് ബാലൻസിങ് ആണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ആ കൗണ്ടർ ആർഗ്യുമെൻ്റ് ഉണ്ടല്ലോ, ആ കൗണ്ടർ ആർഗ്യുമെൻറ്റിലും അല്ല ഞാനുള്ളത്. ഞാൻ ഇതിൻ്റെ കുറച്ചുകൂടി ഇപ്പുറത്തെ സൈഡിലാണ്. ഞാൻ റിലീജിയസ് ആണ്. ഞാൻ ഒരു ഫെമിനൈൻ സാധനം എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടറ്റത്തും അല്ല, ഞാൻ എൻ്റെ നടുവിലാണ്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് പോലെ അത് ഇങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുണ്ടായി പോകുന്നത്. കാരണം അതിൻ്റെ രണ്ടിൻ്റെ നടുവിലാണ്. എനിക്ക് ഇപ്പം തട്ടം ഒരു ചോയ്സാണോ അല്ലെങ്കിൽ നിർബന്ധിത മതാചാരമാണോ എന്ന് ചോദിച്ചാൽ രണ്ടുമാണ് എന്ന് പറയുന്നതാണ് എൻ്റെ സ്പേസ്. ചോയ്സ് മാത്രമല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് നിൽക്കാൻ പറ്റില്ല. അത് ചോയ്സ് മാത്രമൊന്നുമല്ല. ചോയ്സ് മാത്രമായിക്കൊണ്ട് എങ്ങനെയാണത് ഞാനൊരു വിശ്വാസിയെന്ന് പറയാം? വിശ്വാസം മാത്രമല്ലേ എന്ന് ചോദിക്കുന്നവരോട് എനിക്കൊപ്പം നിൽക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ രണ്ടിൻ്റെ നടുവിലാണ് ഞാൻ വളർന്നു വരുന്ന, ഞാൻ മനസ്സിലാക്കുന്ന, ഞാൻ ജീവിക്കുന്ന, അനുഭവിക്കുന്ന എൻ്റെ സ്പേസ് എന്ന് പറയുന്നത്.